വിലക്കയറ്റക്കാലത്ത് ആശ്വാസമേകും സൗജന്യയാത്ര. സൗജന്യയാത്ര നിലനിൽക്കട്ടെ. സാമൂഹ്യനീതി പുലരട്ടെ. സന്തോഷം. ഇതിൽ കൂടുതൽ എന്നാ പറയാനാണ്, എല്ലാം കൊണ്ട് സന്തോഷം. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ വനിതകൾക്ക് സൗജന്യയാത്ര. അപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമസ്കാരം. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ KSRTCയുടെ സെൻട്രലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വലിയ ആവേശമാണ് സ്ത്രീകളെ സംബന്ധിച്ച്. ഇവിടെ വി.ഡി. സതീശനെ സ്വീകരിക്കാൻ വേണ്ടി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കേരള സർക്കാർ വാക്കുപാലിച്ചേ, UDF സർക്കാർ വാക്കുപാലിച്ചേ. വിലക്കയറ്റക്കാലത്ത് ആശ്വാസമേകും സൗജന്യയാത്ര. സൗജന്യയാത്ര നിലനിൽക്കട്ടെ. സാമൂഹ്യനീതി പുലരട്ടെ. സൗജന്യയാത്ര നിലനിൽക്കട്ടെ. സാമൂഹ്യനീതി പുലരട്ടെ. ജനഹിത പദ്ധതികൾ നടപ്പാക്കാൻ വി.ഡി. സതീശൻ മുന്നിലുണ്ട്. എന്തായാലും ഇതാണ് മുദ്രാവാക്യം. അതായത് UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ യാത്ര അനുവദിക്കുമെന്നുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ആവേശത്തിലാണ്, സന്തോഷത്തിലാണ് സ്ത്രീകളെ സംബന്ധിച്ച്. ചേച്ചി, സന്തോഷമാണ്. എവിടുന്നാണ് വരുന്നത്? കേട്ട് വേണ്ടത് സന്തോഷമാണ്. സന്തോഷം. ഇതിൽ കൂടുതൽ എന്നാ പറയാനാണ്, എല്ലാം കൊണ്ട് സന്തോഷം. ഓക്കെ ചേച്ചി, എന്താ പറയാനുള്ളത്? സന്തോഷം. വട്ടിയൂർക്കാവ്. ഈ പുരുഷന്മാർക്കും ഈ വൃദ്ധജനങ്ങളായ പുരുഷന്മാർക്കും സൗജന്യയാത്ര നൽകണമായിരുന്നോ എന്നുള്ള ഇതുണ്ടോ? നൽകണമെന്നാണ് അഭിപ്രായം. അവരുണ്ടല്ലോ, രോഗികളും പ്രായമായവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും ഇത് കൊണ്ടുവന്നാൽ നല്ല കാര്യമാണ്. അവർക്ക് ഒരാശ്വാസമല്ലേ. അതെ, സന്തോഷമാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ വനിതകൾക്ക് സൗജന്യയാത്ര. അപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ UDF സർക്കാരിന് മാത്രമേ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള കാര്യമാണ് അവരും പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നിരവധി സ്ത്രീകൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നതാണ്. മുഖ്യമന്ത്രിയെ പാടി പുകഴ്ത്തിക്കൊണ്ടാണ് മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ. എന്തായാലും UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഈ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകും എന്നുള്ളത്. അത് ഏറ്റവും അവസാനം ഓർഡിനറി ബസ്സുകളിൽ ആക്കി മാറ്റിയിരിക്കുന്നു. ഏറെ സന്തോഷം തന്നെയാണ്. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചും വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് നടപ്പിലാകുന്നു. അതിൻ്റെ ഉദ്ഘാടനം നടക്കുവാൻ പോകുന്നു. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.